ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 66/2026 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2026 ജൂലൈ മാസം 18-ാം തീയതി നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻ, സ്റ്റോർമാൻ, LDC എന്നീ തസ്തികയിലോട്ടുള്ള പ്രിലിമിനറി എക്സാമിൻ്റെ ഫേസ് 1-ലെ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പാർട്ടിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ എയിം ഫോർ PSC അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 81-ാമത്തെ ചോദ്യം, 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് 8, 12, 16 എന്ന സംഖ്യയുടെ ഏറ്റവും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM നമുക്ക് നോക്കാം. അപ്പം 8, 12, 16 എന്നീ സംഖ്യകളുടെ LCM നമുക്ക് കണ്ടെത്തണം. അപ്പോൾ LCM കണ്ടെത്തുന്നതിന് എന്താണ്? 2 വെച്ച് ചെയ്യുമ്പോൾ 4, ഇവിടെ 6, 8, വീണ്ടും ഞാൻ 2 വെച്ച് ചെയ്യുകയാണ്. 2, 3, 4, വീണ്ടും ഞാൻ 2 വെച്ച് ചെയ്യുമ്പോൾ 1, 3, 2. അപ്പോൾ എത്രയാണ് LCM? LCM വരുന്നത് 2 × 2 × 2 × 3 × 2 = 48 നമുക്ക് LCM ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യയാണ് കണ്ടെത്തേണ്ടത്. അതായത് ഈ LCMന്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്താൽ മതി. 48ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 51. അതെ, 51 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 51 നമ്മുടെ ശരി ഉത്തരം. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 82-ാമത്തെ ചോദ്യം, 2 1/2 plus 3 1/4 minus 4 1/5. അതായത് 2 1/2 plus 3 1/4 minus 4 1/5 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നവയെല്ലാം മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഇവയെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതായത് 2 1/2 പ്ലസ് 3 1/4 മൈനസ് 4 1/5 എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. 2 1/2 എന്നുള്ള ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2 × 2 4, 4 + 1 5, 5/2 എന്ന് കിട്ടും. പ്ലസ് 3 × 4 നമുക്ക് 12 എന്ന് കിട്ടും. 12ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 13, 13/4 എന്ന് കിട്ടും. മൈനസ് 4 × 5 20, 20 + 1 21/5 എന്ന് കിട്ടുന്നത്. ഇനി 2, 4, 5 ഇവയുടെ LCM എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവരുടെ LCM എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 20 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 20 വരുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കണം ഈ ഫ്രാക്ഷൻസിനെ. അപ്പോൾ എങ്ങനെയാണ്? താഴെ 20 വരണമെങ്കിൽ 2നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 20 വരുന്നത്. അപ്പോൾ 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 50 പ്ലസ് 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടുമെങ്കിൽ 13നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 65 മൈനസ് 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പോൾ 21നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 84 കിട്ടുന്നത്. ഇനി 50 + 65 ചെയ്യുമ്പോൾ നമുക്ക് 115 എന്നാണ് കിട്ടുന്നത്. മൈനസ് 84/20. ഇനി അടുത്ത സ്റ്റെപ്പിൽ 115ൽ നിന്നും 84 കുറയ്ക്കുമ്പോൾ നമുക്ക് 31/20 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അത് തന്നിരിക്കുന്ന എല്ലാം മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇപ്പം 31/20 എന്ന് പറയുന്ന ഒരു ആൻസർ ഇല്ല. അപ്പോൾ ഇവയെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രാക്ഷനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ 31നെ ഞാൻ 20 കൊണ്ട് ഹരിക്കുമ്പോൾ
ഒരു തവണ ചെയ്യാൻ പറ്റും. 20, 11 ശിഷ്ടം വരും. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? 111/20 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം, 111/20. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 83ാമത്തെ ചോദ്യം, 2√2 + 3√2 - √8. അപ്പോൾ 2√2 + 3√2 - √8. തന്നിരിക്കുന്ന സംഖ്യയിൽ ആദ്യത്തെ രണ്ടെണ്ണവും 2√2, 3√2 കുഴപ്പമില്ല. പക്ഷെ മൂന്നാമത്തത് √8 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ √8നെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, √8 = √2 × 2 × 2, അല്ലെങ്കിൽ ഇവയെ ചുരുക്കി 2√2 എന്ന് പറഞ്ഞെഴുതാമല്ലോ. അപ്പോൾ √8ന് പകരം ഞാൻ ഈ സംഖ്യ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ 2√2 + 3√2 - 2√2. അപ്പോൾ ഈ പ്ലസ് 2√2ഉം മൈനസ് 2√2ഉം ക്യാൻസൽ ആയി പോകും. എന്താണ് നമ്മുടെ ഉത്തരം? 3√2. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 3√2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 84ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പോൾ എന്താണ്? 25 കുട്ടികളുടെ ശരാശരിയാണ് തന്നിരിക്കുന്നത്, 13 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എത്രയാണ്? അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ 25 × 13 നമ്മൾ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? നമ്മൾക്ക് 325 എന്ന് കിട്ടും. ഇനി അടുത്തത് എത്രയാ? ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ. അപ്പോൾ ഓൾറെഡി 25 പേരായിരുന്നു, ടീച്ചറെ കൂടി കൂട്ടുമ്പോൾ 26 പേരാകും. ചേർത്തപ്പോൾ ശരാശരി എത്രയായി? 14 വയസ്സായി അല്ലേ? അപ്പോൾ ടീച്ചറുടെ പ്രായം എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 26 × 14 ചെയ്യുമ്പോൾ നമുക്ക് 364 എന്ന് കിട്ടും. ഇനി ഇവ തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ടീച്ചറുടെ പ്രായം കിട്ടും. 364 - 325 എത്ര കിട്ടും? 39 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ചോദ്യം വളരെ എളുപ്പമുള്ളതായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം, അടുത്ത പദം ഏത്? 3, 7, 15, 31. ഇതിനു ശേഷമുള്ള പദം ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കുക, 3, അതിനുശേഷം 7, പിന്നീട് വന്നത് 15, പിന്നെ 31. ഇതിനു ശേഷം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. 3ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് നമുക്ക് 7 കിട്ടിയത്. 7ന്റെ കൂടെ 8 കൂട്ടിയപ്പോഴാണ് 15 കിട്ടിയത്. 15ന്റെ കൂടെ 16 കൂട്ടിയപ്പോഴാണ് 31 കിട്ടിയത്. അപ്പോൾ മനസ്സിലായി, 4ന്റെ ഗുണിതങ്ങളാണ് കൂട്ടിക്കൂട്ടി പോകുന്നത്. അതുകൊണ്ട് 31ന്റെ കൂടെ ഞാൻ 16ന്റെ ഇരട്ടിയായ 32, അതായത് 4ന്റെ ഇരട്ടികൾ, ഗുണിതങ്ങളല്ല, 4ന്റെ ഇരട്ടിയാണ് ഈ കൂട്ടിക്കൊണ്ടുവരുന്നത്. 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32, 31ന്റെ കൂടെ തൊട്ടു മുമ്പുള്ള സംഖ്യയാണ് 31ന്റെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് 63 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി 63 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് 31ന് ശേഷമുള്ള സംഖ്യ 63 ആണ്. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം, 16 + 8 ÷ 2 × 6 - 20 അപ്പോൾ ഈ ചോദ്യം വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ബോർഡ് മാസ് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്.
നമ്മൾ ചെയ്തിട്ടുള്ള ഇത്രയും നാളും ചെയ്തിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം ബോർഡ് മാസ് ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് ബോർഡ് മാസ്. അപ്പോൾ നോക്കാം. 16 + 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 - 20. അപ്പോൾ ബോർഡ് മാസിന്റെ റൂൾ അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ഇനി ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതും തന്നിട്ടില്ല. നമുക്ക് ആകെ ഇവിടെ 4 എണ്ണമേ ഉള്ളൂ: ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഇത് ഈ ഓർഡറിൽ ചെയ്യാം. ആദ്യം നമുക്ക് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഡിവിഷൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. 8നെ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ അടുത്ത് എഴുതാം. 16 + 8നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 4 കിട്ടി. 4 ഇൻറ്റു 6 - 20. അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 ഇൻറ്റു 6 ആണ് ചെയ്യേണ്ടത്. 4 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 24 ആണ്. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാകും? 16 + 4 ഇൻറ്റു 6 24 - 20. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് അഡീഷൻ. 16ഉം 24. 16ഉം 24ഉം തമ്മിൽ കൂട്ടുമ്പോൾ 40 ആണ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 40 - 20. അഡീഷൻ പാർട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് സബ്സ്ട്രാക്ഷൻ. 40ൽ നിന്നും 20 കുറയ്ക്കുമ്പോൾ എത്രയാണ്? നമുക്ക് 20 ആണ് കിട്ടുന്നത്. സബ്സ്ട്രാക്ഷൻ പാർട്ടും ചെയ്തിരിക്കുന്നു. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി 20 ആണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 20. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ബോർഡ് മാസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്നും വരുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു പാർട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 87ാമത്തെ ചോദ്യം. ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര? അപ്പം ക്ലോക്കിലെ സമയം എത്രയാണ് തന്നിരിക്കുന്നത്? 3:20 ആണ് തന്നിരിക്കുന്നത്. എങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്രയാണ്? ഇവിടെ ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലോട്ട് വരണം. 30h - 11/2 × m. h എന്ന് പറയുമ്പോൾ ഹവറും m എന്ന് പറയുമ്പോൾ മിനിറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കോണളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 30 × 3 - 11/2 × 20 ചെയ്യണം. അപ്പോൾ 2ഉം 20ഉം വെട്ടി ഇവിടെ 10 വരും. അടുത്ത സ്റ്റെപ്പിൽ 90. 30 × 3 90 ആകും. 11 × 10 110 ആകും. അപ്പോൾ ഇവ കുറയ്ക്കുമ്പം -20 എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് കോണളവിൽ മൈനസ് ഇല്ലാത്തതുകൊണ്ട് 20 എന്ന് തന്നെയാണ് നമ്മൾ 20 ഡിഗ്രി എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. അതായത് ഓപ്ഷൻ സി 20 ഡിഗ്രിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. 30h - 11/2 × m. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 88ാമത്തെ ചോദ്യം. 5 × x - 1 × 5 × 3 × 5 = 3125 എങ്കിൽ എക്സിന്റെ വില. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്നത് 5 × x - 1 × 5 × 3 × 5 = 3125 അല്ലെങ്കിൽ 3125 ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് 5ന്റെ എത്രാമത്തെ പവർ ആയതെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കത് ആദ്യം കണ്ടുപിടിക്കാം. 3125നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 5 വെച്ച് ചെയ്യാം. അപ്പോൾ 3125നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 625 എന്നാണ് ആദ്യം കിട്ടുന്നത്. ഇതിനെയും 5 വെച്ച് ഞാൻ ഹരിക്കുകയാണ്. 125 എന്ന് കിട്ടും. 125നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 25 എന്ന് ലഭിക്കും. 25നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 5 എന്നാണ് കിട്ടുന്നത്. അതായത് 3125 എന്ന് പറയുമ്പോൾ 5/5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ തന്നിരുന്ന ഇക്വേഷൻ എന്താണ്?
5 raised to x minus 1 into 5 raised to 3 into 5 raised to 2 equal to നമുക്ക് കിട്ടിയ 5 raised to 5. നമ്മൾ എക്സ്പോണൻസ് പാർട്ടിൽ ഒരു റൂള് പഠിച്ചിട്ടുണ്ട്. a raised to m into a raised to n എന്നാണെങ്കിൽ അതിനെ നമുക്ക് a raised to m plus n എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്? 5 raised to x minus 1 plus 3 plus 2 equal to 5 raised to 5. ഞാൻ ഈ പവറിന്റെ പാർട്ട് മാത്രം താഴോട്ട് എഴുതുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? x minus 1 plus 3 plus 2 equal to 5. അപ്പോൾ എങ്ങനെ എഴുതാം? x മൈനസ് അല്ലെങ്കിൽ x എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കട്ടെ, x മൈനസ് ആക്കുന്നില്ല. ഇത് സോൾവ് ചെയ്യുമ്പോൾ 3 plus 2 എന്ന് പറയുമ്പോൾ നമുക്ക് 5 കിട്ടും. 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പം x plus 4 equal to 5. എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 minus 4 equal to 1. അതായത് എക്സിന്റെ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ ബി 1 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. വേണമെങ്കിൽ നമുക്കൊരു റാങ്ക് മേക്കിംഗ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 89ാമത്തെ ചോദ്യം. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? അപ്പോൾ ഇവിടെ നമുക്ക് പവർ വർക്ക് ആൻഡ് ടൈം ഒക്കെ പറഞ്ഞ് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ്. m1 d1 ഈക്വൽ ടു m2 d2. ഇവിടെ 60 ആളുകൾ 10 ദിവസം കൊണ്ട്. അപ്പം m1നെ ഞാൻ 60 ആയിട്ട് എടുക്കുന്നു, d1നെ ഞാൻ 10 ദിവസമായിട്ട് എടുക്കുന്നു. പിന്നെ കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? അപ്പം 6 ദിവസം. നമുക്ക് m2 തന്നിട്ടില്ല, d2 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ m2 ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 10 ബൈ 6. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ 10 വരും. m2ന്റെ വാല്യൂ 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 100 എന്ന് പറഞ്ഞ ഉത്തരം ഓപ്ഷനിൽ തപ്പും. 100 അല്ല ഉത്തരം. എന്താണ്? ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ അധികം വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് കേസിൽ 60 ആളുകളാണ്, സെക്കൻഡ് കേസിൽ 100 വേണം. അപ്പോൾ എന്താ? 100 മൈനസ് 60 ഈക്വൽ ടു 40 ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. എത്ര ആളുകൾ അധികം വേണ്ടി വരും എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട വന്നത്. അപ്പോൾ 100 കണ്ട് ഇക്കലും 100 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ആരും പെട്ടെന്ന് തന്നെ ആൻസർ മാർക്ക് ചെയ്തില്ല. 40 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 90ാമത്തെ ചോദ്യം. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഇത് ചെയ്യാനായിട്ട് അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? അയാൾ വിറ്റ വില 132 രൂപയ്ക്ക് അയാൾ വിറ്റത്. എത്ര രൂപയ്ക്ക് അയാൾ വാങ്ങിയ അയാളുടെ കോസ്റ്റ് പ്രൈസ്? 110 ബൈ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര? 110 ഇൻറ്റു 100. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 132ൽ നിന്നും 110 കുറച്ചാൽ നമുക്ക് 22 എന്ന് കിട്ടും. 22 ബൈ 110 ഇൻറ്റു 100 എന്നാകും. ഈ 0 വെട്ടിപ്പോവും. 22നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 2 കിട്ടും. 2 ഇൻറ്റു 10 20% അയാളുടെ ലാഭം എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ ബി 20 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലായ എയിം ഫോർ PSCയിൽ എന്നും PYQ സെഷൻസും ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ PSC ബുള്ളറ്റിനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ എയിം ഫോർ PSC അവൈലബിൾ ആണ്. ഇതോടൊപ്പം തന്നെ എയിം ഫോർ PSC MEM ചാനലിൽ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്.
യൂട്യൂബ് ചാനലിലെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം 91ാമത്തെ ചോദ്യം. 1 1 2 3 5 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? അപ്പോൾ തന്നിരിക്കുന്ന ശ്രേണികൾ നമുക്ക് നോക്കാം. 1 1 2 3 5 8. ഒന്നിന്റെ കൂടെ 0 ചേർത്തപ്പോഴാണ് 1 തന്നെ വന്ന്. ഇതിന്റെ കൂടെ 1 ചേർത്തപ്പോൾ 2 ആയി. 2ന്റെ കൂടെ വീണ്ടും 1 ചേർത്തപ്പോൾ 3 ആയി. 3ന്റെ കൂടെ 2 ചേർത്തപ്പോൾ 5 ലഭിച്ചു. 5ന്റെ കൂടെ 3 ചേർത്തപ്പോൾ നമുക്ക് 8 ലഭിച്ചു. ഇനി 8ന്റെ കൂടെ ഏത് സംഖ്യ ചേർക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കൂടെ, 1ന് തൊട്ട് മുമ്പ് സംഖ്യ ഇല്ലാത്തതുകൊണ്ട് 0 ആയി. അതിന് തൊട്ട് മുമ്പ് 1ന്റെ കൂടെ 1 ചേർത്താണ് നമുക്ക് 2 കിട്ടിയത്. 2ന്റെ കൂടെ വീണ്ടും 1 തന്നെ ചേർത്ത് 3 ആയി. 3ന്റെ കൂടെ തൊട്ട് മുമ്പുള്ള സംഖ്യയായ 2 ചേർത്ത് 5 കിട്ടി. 5ന്റെ കൂടെ തൊട്ട് മുമ്പുള്ള സംഖ്യയായ 3 ചേർത്ത് 8 കിട്ടി. അപ്പോൾ 8ന്റെ കൂടെ തൊട്ട് മുമ്പുള്ള സംഖ്യയായ 5 ചേർത്താണ് നമുക്ക് ഉത്തരം കിട്ടുക. അതായത് ഉത്തരം ഓപ്ഷൻ ബി 13 ആണ് ഉത്തരം വരുന്നത്. അപ്പം ഓപ്ഷൻ ബി 13 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇതൊരു പാറ്റേണിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് 92ാമത്തെ ചോദ്യം. 3 × 2 = 9, 4 × 3 = 13, 5 × 4 = 17 ആയ 6 × 5 = എത്ര? 3 × 3 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 3 × 2 = 9 കിട്ടി. 4 × 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 13 ആണ്. 5 × 4 എന്ന് പറയുമ്പോൾ 17 ആണ്. എങ്കിൽ 6 × 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കൂ, ഓരോരോ നമ്പർ ഈ സൈഡിലും കൂട്ടിക്കൂട്ടി പോവാണ്. ഇവിടെയും ഓരോരോ നമ്പറും കൂട്ടിക്കൂട്ടി പോവാം. ഉത്തരമാണെങ്കിൽ 4 വീതം കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ 17ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്രയാണ്? 21. ഓപ്ഷൻ ബി 21 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് പാറ്റേൺ ബേസ്ഡ് മെന്റൽ എബിലിറ്റി പാർട്ടിലെ ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 93ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3, 6, 11, 18 എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? അപ്പോൾ നമുക്ക് ശ്രേണികൾ നോക്കാം. 3, 6, 11, 18. നോക്ക്, 3ന്റെ കൂടെ 3 ആഡ് ചെയ്ത് 6 വന്നു. 6ന്റെ കൂടെ നമ്മൾ 5 ആഡ് ചെയ്ത് 11 എത്തി. 11ന്റെ കൂടെ 7 ആഡ് ചെയ്താണ് 18 ലഭിച്ചത്. അപ്പോൾ 18ന്റെ കൂടെ എത്രയാണ്? നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്ത് പോകുന്നത്. 9 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 27 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ 27 ഇല്ല. ഇനി ഇത് കഴിയുമ്പോൾ ഉള്ള സംഖ്യ ഏതാണ്? അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 9 കഴിയുമ്പോൾ 11 കൂട്ടണം. 11 കൂട്ടുമ്പോൾ എത്രയാണ്? 27ന്റെ കൂടെ 11 കൂട്ടുമ്പോൾ നമുക്ക് 38 വേണം ലഭിക്കാൻ. പക്ഷേ നമുക്ക് 37 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ? 37 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് 37 എന്ന് പറയുന്ന സംഖ്യയാണ് നമുക്ക് ഇല്ലാത്തത്, ആ ശ്രേണിയിൽ ഉൾപ്പെടാൻ പറ്റാത്തത്. 37 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കാം, 38ന് ശേഷം 11 അല്ലേ? 27ന്റെ കൂടെ 11 ആഡ് ചെയ്തപ്പോൾ അല്ലേ? 38ന്റെ കൂടെ ഞാൻ 13 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് എനിക്ക് കിട്ടുന്നത്? 51 ആയിരിക്കും ലഭിക്കുന്നത്. ഈ 51ന്റെ കൂടെ ആരെയായിരിക്കും ഞാൻ ആഡ് ചെയ്യേണ്ടത്? 15 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ 66 വരും. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് എല്ലാം ഉണ്ട്, 37 ആണ് മാത്രം കിട്ടാത്തത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 94ാമത്തെ ചോദ്യം. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കാം. ആദ്യം നമുക്ക് ഡയറക്ഷൻ വരയ്ക്കണം. നമുക്കറിയാം, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, ഇങ്ങനെയാണ് നമ്മൾ
നമ്മുടെ മാപ്പിൽ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ആദ്യം സുരേഷ് എന്ന് പറയുന്ന ആൾ എങ്ങോട്ടാ പോയത്? സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ അയാൾ ഇങ്ങോട്ടാണ് സഞ്ചരിച്ചത്. അപ്പോൾ അയാളുടെ ഇടത് ഭാഗം ഇവിടെ, വലതു ഭാഗം ഇവിടെയാണ്. 7 കിലോമീറ്റർ അയാൾ സഞ്ചരിച്ചു. ഇനി അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇങ്ങോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ ആണ് അയാൾ സഞ്ചരിച്ചത്. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പം ഇത് അയാളുടെ റൈറ്റ് ഭാഗം, ഇത് ലെഫ്റ്റ്. വീണ്ടും 7 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? അയാൾ ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്. അപ്പൊ അയാൾ ഏത് ഡയറക്ഷനിലാണ്? ഇവിടെയല്ലേ നിൽക്കുന്നത്? തെക്ക് വശത്തല്ലേ? 4 കിലോമീറ്റർ അല്ലേ? ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ആയിരുന്നല്ലോ. അപ്പോൾ ഓപ്ഷൻ എ, 4 കിലോമീറ്റർ തെക്കായിട്ടാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 95ാമത്തെ ചോദ്യം, 7 + 8 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ഈക്വൽ ടു. വീണ്ടും ബോർഡ് മാസ് ബേസ് ചെയ്തൊരു ചോദ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ചെയ്യാം. നേരത്തെ എഴുതിയ പോലെ തന്നെ ബോർഡ് മാസ് എന്ന് ഞാൻ കുറിക്കുകയാണ്. അപ്പോൾ 7 + 8 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 1. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഇല്ല, അതേപോലെ നമുക്ക് ഓഫും ഇല്ല. അപ്പോൾ ഡിവിഷനിലോട്ട് നേരെ കടക്കുകയാണ്. 8നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്രയാണ്? 2 കിട്ടും. അപ്പോൾ സ്റ്റെപ്പിനെ ഇങ്ങനെ ചുരുക്കുവാണ്. 7 + 2 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 1. അപ്പം ഡിവിഷൻ പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ മൾട്ടിപ്ലിക്കേഷൻ പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ? 2 ഇൻറ്റു 3 6 ലഭിക്കുന്നത്. അപ്പോൾ 7 + 2 മൈനസ് 6 പ്ലസ് 1. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അഡീഷൻ ഭാഗമാണ് ചെയ്യേണ്ടത്. അഡീഷൻ ഇവിടെ 2 സ്ഥലത്തുണ്ട്, പക്ഷെ നമ്മൾ സൈൻ ശ്രദ്ധിക്കണം. ഇവിടെ 7ഉം 2ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ഇവിടെ -6ൽ നിന്നും 1 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ -6ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് -5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 9ൽ നിന്നും ഇപ്പോൾ അഡീഷൻ പാർട്ട് കവർ ചെയ്തേ, ഇനി സബ്സ്ട്രാക്ഷൻ പാർട്ടേ ഉള്ളൂ. 9ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ 4 നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 96ാമത്തെ ചോദ്യം, 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? അപ്പോൾ 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. അപ്പോൾ ജോണിന്റെ വയസ്സ് ഞാൻ x ആയിട്ടും മത്തായിയുടെ വയസ്സ് അപ്പോൾ എത്രയായിരിക്കും? മകന്റെ 4 മടങ്ങ്, അപ്പോൾ ഇത് 4x ആയിരിക്കും. അപ്പൊ ഇത് 3 വർഷം മുമ്പാണ്. അപ്പോൾ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എന്തായിരിക്കും? 3x + 4ഉം ഇവിടെ 4x + 3യുമായി. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് 2 വർഷം കഴിയുമ്പോൾ. 2 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും? x + 3 + 2 എന്നും ഇവിടെ 4x + 3 + 2 എന്നും ആകും. കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. ഇതാണല്ലോ ജോണിന്റെ പ്രായം. ഇവിടെ 3 മടങ്ങാകും എന്ന് പറയും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 3 ഇൻറ്റു x + 5 ഈക്വൽ ടു 4x + 5 എന്ന് എഴുതി. 3x + 15 ഈക്വൽ ടു 4x + 5 എന്നായി. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 15 - 5 ഈക്വൽ ടു 4x - 3x എന്നാകും. അപ്പോൾ 10 ഈക്വൽ ടു x എന്നാകും. അപ്പോൾ എക്സിന്റെ വാല്യൂ, ജോണിന്റെ വയസ്സ് നമുക്ക് 10 കിട്ടി. അപ്പോൾ നമുക്ക് ആരുടെ കണ്ടുപിടിക്കുന്നത്? എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് മത്തായിയുടെ പ്രായം? ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രായം. നൗ എന്ന് ഇത് കൊടുക്കണം. 4x + 3 ആണ് ഇപ്പോഴത്തെ പ്രായം. അപ്പോൾ എന്താ? 4 × 10 + 3. അപ്പോൾ 40 + 3 ഈക്വൽ ടു 43. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 43 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.
കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 97ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയായിരിക്കും? അപ്പോൾ നോക്കുക, ഒരു ക്ലോക്കിൽ 12 അക്കങ്ങളാണ് ഉള്ളതെന്നറിയാം. ക്ലോക്കിന്റെ മൊത്തം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ 12നെ കൊണ്ട് 360നെ ഹരിക്കുമ്പോൾ 30 ഡിഗ്രിയാണ് 2 അക്കങ്ങൾ തമ്മിലുള്ള അകലം എന്നറിയാം. അപ്പോൾ ഇത് 4 മണിയാണല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 4 മണിയാകുമ്പോൾ എന്നാണ്. അപ്പം 4 × 30 ചെയ്താൽ മതി. 120 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി 120 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരം. ഒരു വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 98ാമത്തെ ചോദ്യം. 3:12 x:60 ആയാൽ എക്സിന്റെ വില എത്ര? അപ്പോൾ 3:12 x:60. അപ്പോൾ എങ്ങനെ എഴുതാം? 3/12 x/16 എഴുതാം. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 3:60/12 x. 60നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് 5 കിട്ടും. 3 × 5 15 ആകും. എക്സിന്റെ വാല്യൂ എത്രയാണ്? 15 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി 15 ആണ് നമ്മുടെ ഉത്തരം. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 99ാമത്തെ ചോദ്യം. പ്ലസ് എന്നത് ഇൻഡുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവൈഡ് എന്നത് മൈനസിനെയും ഇൻഡു എന്നത് ഡിവൈഡിനെയും സൂചിപ്പിച്ചാൽ 6/3 + 2 - 8 × 4 എത്രയായിരിക്കും? തന്നിരുന്ന ചോദ്യം 6/3 + 2 - 8 × 4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യകൾ ഞാൻ താഴോട്ടില്ല. 6, 3, 2, 8, 4. ഓക്കെ. എന്താണ് ഡിവൈഡിന് പകരം എന്താണ് വരേണ്ടത്? ഡിവൈഡിന് പകരം പറഞ്ഞിരുന്നത് മൈനസിനെയും. അപ്പൊ ഡിവൈഡിന് കാണിച്ചത് എന്താണ്? മൈനസ്. അപ്പൊ 6 - 3 ആയി. പിന്നെ അടുത്ത എന്തായിരുന്നു? പ്ലസ് ആണ് കൊടുത്തിരുന്നത്. പ്ലസ് എന്നത് ഇൻഡുവിനെയും പ്ലസ് വന്ന സ്ഥാനത്ത് ഞാൻ ഇൻഡു കൊടുത്തു. ഇനി മൈനസ് എന്ന് പറയുന്നത് എന്തായിരുന്ന? മൈനസ് പ്ലസിനെയും. അപ്പം 2 - 8 എന്നുള്ളത് 2 + 8 ആയി. അപ്പം 8 × 4 ഇൻഡു എന്നത് ഡിവൈഡുമാണ്. ഇനി നമുക്ക് ബോർഡ് മാസ് റൂള് നോക്കുക. അപ്പം ബ്രാക്കറ്റും ഓഫും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡി തൊട്ടുള്ള റൂള് നോക്കിയാൽ മതി. അപ്പൊ എന്താ? ആദ്യം ഡിവൈഡ് ചെയ്യണം. 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 6 - 3 × 2 + 2 എന്നാകും. ഇനി അടുത്തത് എന്താണ്? നമുക്ക് അഡീഷൻ പാർട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 3 × 2 വേണം. അപ്പോൾ 6 - 3 × 2 6 എന്നാകും. +2 എന്ന് വരും. ഇനി അടുത്തത് നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് സമയം കളയേണ്ട. അഡീഷനിലോട്ട് പോകാതെ തന്നെ നമുക്ക് കാര്യം അറിയാം. ഇവിടെ 6ഉം ഇവിടെ -6ഉം വന്ന് നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 എന്ന് പറയുന്ന ഉത്തരത്തിലോട്ട് വരുന്നതായിരിക്കും. ഇനി അല്ല, നമുക്ക് റൂൾ അനുസരിച്ച് തന്നെ നമ്മൾ ഓർഡറിൽ പോകുമ്പോഴും ഇത് തന്നെ ഉത്തരം കിട്ടുമല്ലോ. നോക്കാം. 6 - 6ൽ നിന്നും 2 കുറയ്ക്കും. ഇവിടെ -6 ആണല്ലോ. നമുക്ക് 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ചെയ്താലും എന്താണ്? നമുക്ക് 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 100ാമത്തെ ചോദ്യം. 7, 10, 6, 13, 5, 16 എന്ന ശ്രേണിയുടെ 9ാം പദം എന്ത്? അപ്പോൾ നമുക്ക് ഈ ശ്രേണി ആദ്യം തന്നെ എഴുതാം. 7, 10, 6, 13, 5, 16. ഇവ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷനോ അല്ല, ജോമെട്രിക് പ്രോഗ്രഷനോ അല്ല. ഇവിടെ ഒന്നിടവിട്ടാണ് കൂടിയിരിക്കുന്നത്. അതായത് 7ൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് 6 കിട്ടും. 6ൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് 5 കിട്ടും. അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇവിടെ 10ന്റെ കൂടെ 3 കൂട്ടുകയാണെങ്കിൽ നമുക്ക് 13 കിട്ടും. 13ന്റെ കൂടെ 3 കൂട്ടുകയാണെങ്കിലോ
16 കിട്ടും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 9ാമത്തെ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5ന്റെ നിന്നും 1 കുറച്ചാൽ 1 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 4 കിട്ടും. ഇത് 7ാമത്തെ പദമാണ്. 16ന്റെ കൂടെ നമ്മൾ +3 കൂട്ടുകയാണെങ്കിൽ നമുക്ക് 19 കൂട്ടും. ഇത് 8ാമത്തെ പദമാണ്. 4ൽ നിന്ന് 1 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 9ാമത്തെ പദം കിട്ടും. അത് 3 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ സി 3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.